നമസ്കാരം. മലർവാടി ലിറ്റിൽ സ്കോളറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇത് ഒരു പുതിയ പരിപാടിയാണ്, എ റിയൽ ഷോ. നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയും വൈഭവവും തേടിക്കൊണ്ടുള്ള ഒരു യാത്ര, അറിവിനപ്പുറം അവരുടെ തിരിച്ചറിവ് തേടിക്കൊണ്ടുള്ള ഒരു യാത്ര. വിസ്മയങ്ങളും വിശേഷങ്ങളും കുസൃതികളും കിന്നാരങ്ങളും വർത്തമാനങ്ങളും എല്ലാം ഈ പരിപാടിയിൽ കൂട്ടിച്ചേരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 2000 സ്കൂളുകളിൽ നിന്നായി 2 ലക്ഷം കുട്ടികളിൽ തുടങ്ങി 32 കുട്ടികളിൽ എത്തി നിൽക്കുന്നു ഇന്ന് ഈ ഷോ. ഒരു മുത്തിന് വിളയിക്കുവാൻ ഒരു ജലരാശി തന്നെ വേണമെന്ന് പറയും പോലെ വളരെ കഷ്ടപ്പാടിലൂടെയാണ് 32 മുത്തുമണികളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവരിൽ നിന്നായി 8 ചുണക്കുട്ടികളാണ് ഇന്നത്തെ ആദ്യ എപ്പിസോഡിൽ ഇവിടെ പങ്കെടുക്കുന്നത്. സ്നേഹപൂർവ്വം വളരെ സന്തോഷപൂർവ്വം നമുക്കെല്ലാവർക്കും അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെരി ഗുഡ്. കണ്ടോ, നിങ്ങൾ നിൽക്കുന്നത് ഓരോ നക്ഷത്ര സമൂഹത്തിനും നക്ഷത്രത്തിനും ഇട്ടിട്ടുള്ള പേരിന് പിന്നിലാണ്. വേഗയുണ്ട് ഇവിടെ, ലിബ്രയുണ്ട് അവിടെ, സിറിയസ് ഉണ്ട് ഇവിടെ, ലൈറയുണ്ട് അല്ലേ. അറിവിന് അതിർവരമ്പുകളില്ല. അത് നക്ഷത്രങ്ങളെ പോലെ അങ്ങ് എത്രയോ ദൂരങ്ങളിൽ ആകാശ സമൂഹത്തിനപ്പുറം അങ്ങനെ പരന്ന് പരന്ന് കിടക്കുകയാണ്. അതുപോലെ നാളെ നിങ്ങളും നക്ഷത്രങ്ങളാവണം. നമുക്കൊന്ന് പരിചയപ്പെടാം. വേഗ ഡിവൈൻ ചാക്കോ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ, മുല്ലശ്ശേരി, തൃശൂർ. മുഹമ്മദ് നിഷ്താർ, ആലിയ സീനിയർ സെക്കൻഡറി സ്കൂൾ, കാസർഗോഡ്. ലിബ്ര ശ്രീനാഥ് ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ, കൃഷ്ണപുരം, കൊല്ലം. ഹമീ ഷെറിൻ ഷാജഹാൻ, MTGHS സ്കൂൾ, പത്തനാപുരം, കൊല്ലം. സിറിയസ് അഞ്ജിത് കെ ഖാദർ, ഗവൺമെന്റ് UP സ്കൂൾ, തൊണ്ടിക്കുഴ, ഇടുക്കി. KA മുഹമ്മദ് ആഷിഖ്, SGHSS, മുതലക്കുടം, ഇടുക്കി. ലൈറ അശ്വിൻ, ഗവൺമെന്റ് ബോയ്സ് HS, കൊയിലാണ്ടി, കോഴിക്കോട്. സ്നിഗ്ധ K, GUPS, നാദാപുരം, കോഴിക്കോട്. നിങ്ങൾക്ക് ആർക്കും ടെൻഷനൊന്നും ഇല്ലല്ലോ? അല്ലെങ്കിൽ എന്തിനാ ടെൻഷൻ അല്ലേ? ഇത് പരീക്ഷയൊന്നും അല്ലല്ലോ അല്ലേ? പരീക്ഷയ്ക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, പരീക്ഷയ്ക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ഉത്തരം അറിയില്ലെങ്കിലാണ് ടെൻഷൻ ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പരീക്ഷയും നമ്മുടെ പരിപാടിയുടെ പേര് പോലെ തന്നെ ഒരു മലർവാടിയായി സുന്ദരമായൊരു പൂന്തോട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം അല്ലേ. ഒരു പൂക്കൂടയുമായി അങ്ങോട്ട് ചെന്ന് പൂക്കൾ ഇറുത്തിടുന്നത് പോലെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളെ ഇറുത്തിടാൻ നമുക്ക് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് പാഠം അറിയുന്നത്. അറിയില്ലെങ്കിലാണ് പ്രശ്നം. അപ്പോൾ ഇതൊരു കള്ളി മുൾക്കാടായിട്ട് മാറും പരീക്ഷയൊക്കെ അല്ലേ. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എത്ര വളർന്നു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യങ്ങളുണ്ടായിരിക്കും. എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ. കുമാരനാശാൻ്റെ മനോഹരമായിട്ടൊരു വരിയുണ്ട്. നിഷ്കളങ്കനായ ഒരു കുട്ടി ചോദിക്കുന്നു അമ്മയോട്, ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അമ്മ ഉത്തരം പറയുന്നത് എന്താണ്? തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റയല്ലേ ഇതെല്ലാം അല്ലേ. ഒരു പൂവിൽ നിന്ന് പൂമ്പാറ്റകൾ പറന്നു പോകുന്നത് കണ്ടിട്ട് പൂക്കളാണെന്ന് തെറ്റിദ്ധരിച്ച് കുട്ടി ചോദിക്കുന്നു, എങ്ങനെയാണ് ഈ പൂക്കൾ പറന്നു പോകുന്നത് എന്നുള്ളത്. ഇതിനകത്തൊരു മാജിക്കൽ റിയലിസം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആരാണ്? ഗബ്രിയൽ ഗർസിയ മാർക്കേസ് അല്ലേ. നാം സ്നേഹപൂർവ്വം ഗാബോ എന്ന് വിളിക്കുന്ന ഗബ്രിയൽ ഗർസിയ മാർക്കേസ്. ഈ അടുത്ത കാലത്ത് മരിച്ചു അദ്ദേഹം. അപ്പോൾ ഇന്ന് നമുക്ക് മാജിക്കൽ റിയലിസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് സമകാലം. ഉത്തരത്തിന് 10 മാർക്ക്. മറ്റൊരു കാര്യം, പാസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ റെഡിയാണോ? എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിന്നോളൂ. ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് വേഗയോടാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നതിൽ ഏതാണ് മാർക്കേസിൻ്റെ, ഗബ്രിയൽ ഗർസിയ മാർക്കേസിൻ്റെ കൃതി? 1. വെറോണിക്ക ഡിസൈഡ്സ് ടു ഡൈ. 2. ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ. 3. ദ ഹാപ്പി പ്രിൻസ്. 4. ക്രിസ്മസ് കരോൾ. ലവ് ഇൻ ദ കോളർ. ലവ് ഇൻ ദ കോളറ. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ അല്ലേ. കോളറ കാലത്തെ പ്രണയം. കറക്റ്റാണ്. ഗുഡ്. വെറോണിക്ക ഡിസൈഡ്സ് ടു ഡൈ ആരുടെ കൃതിയാണ്? കണ്ടിരുന്നു, ജസ്റ്റ് കണ്ണോടിച്ചു. പൗലോ കൊയ്ലോയുടെയാണ്. പൗലോ കൊയ്ലോയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു പുസ്തകമുണ്ട്, കുട്ടികളൊക്കെ വായിച്ചിരിക്കേണ്ടത്. ഏതാണ്? ദി ആൽക്കമിസ്റ്റ്. എല്ലാവർക്കും അറിയാം അല്ലേ. ഹാപ്പി പ്രിൻസ് ആരുടെയാണ്? ഓസ്കാർ വൈൽഡ്. എന്താ സംശയം അതിനകത്തുള്ളത്? ക്രിസ്മസ് കരോൾ ചാൾസ് ഡിക്കൻസ്. വണ്ടർഫുൾ ആൻസേഴ്സ്. സെപ്റ്റംബർ 5 ആണ് അധ്യാപകരുടെ ദേശീയ ദിനം എന്ന് നമ്മൾ ആചരിക്കുന്നത്. എൻ്റെ ചോദ്യം ലിബ്രയോടാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. 1. ഓപ്ഷൻ എ ഡോക്ടർ സക്കീർ ഹുസൈൻ, ബി
ഡോക്ടർ മൻമോഹൻ സിംഗ്, സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഷുവറാണോ? ഷുവറാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഓർമ്മയ്ക്കായാണ് നമ്മൾ അധ്യാപക ദേശീയ ദിനമായിട്ട് സെപ്റ്റംബർ 5 അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് അന്ന് അങ്ങനെ ആചരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യാപകനായിരുന്നു, അതിലപ്പുറം നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്നു, അല്ലേ? വാനശാസ്ത്രം സംബന്ധിച്ച പഠനമാണ് അസ്ട്രോണമി. ജ്യോതിഷം സംബന്ധിച്ച പഠനമാണ് അസ്ട്രോളജി. ശരീരശാസ്ത്രം സംബന്ധിച്ച പഠനമാണ് ഫിസിയോളജി. ഞാൻ ചോദിക്കുന്നത് സീരിയസിനോടാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി, ക്രോണോളജി, പത്തോളജി, ആർക്കിയോളജി. ക്രോണോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ന് പോലെ ക്രോണോളജി അല്ല, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് പത്തോളജിയാണ്. സാരമില്ല, ഇനിയുണ്ടല്ലോ ചാൻസ്, ഇഷ്ടം പോലെ ചാൻസുകൾ മുന്നോട്ട് വരുന്നു. ഓക്കെ, ലൈറ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് ചോദ്യം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ. ചോദ്യം വന്നാൽ ഉത്തരം വരും, അല്ലേ? ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ആയ നികുതിക്ക് പുറമേ ഈടാക്കുന്ന അധിക നികുതി അറിയപ്പെടുന്ന പേര് എന്താണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എ വാറ്റ് നികുതി, ബി സർചാർജ്, സി ഒക്ട്രോയ് നികുതി, ഡി പ്രൊഫഷണൽ ടാക്സ്. പറയാം. വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ്. വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് ആണോ? അതെ. അല്ല, അധിക നികുതി എന്ന് പറയുന്നത് സർചാർജാണ്. അടുത്ത ചോദ്യം വീണ്ടും വേഗയിലേക്കാണ് ഞാൻ വരുന്നത്. ലോക സാമ്പത്തിക ഫോറം ഉച്ചകോടി നടന്ന ഡാവോസ് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ സ്വിറ്റ്സർലാൻഡ്, ഓപ്ഷൻ ബി ന്യൂസിലാൻഡ്, ഓപ്ഷൻ സി അയർലാൻഡ്, ഓപ്ഷൻ ഡി ഫിൻലാൻഡ്. ഫിൻലാൻഡ്. ഫിൻലാൻഡ് അല്ല, ഡാവോസ് ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. ഓക്കെ, ഞാൻ ചോദ്യം വീണ്ടും വരുന്നത് ലിബ്രയിലേക്കാണ്. യു ആർ റെഡി ഫോർ ദാറ്റ്? റെഡി? ഓക്കെ. ഇപ്പോഴത്തെ മിസോറാം ഗവർണർ ആരാണ്? ചോദ്യം ഇതാണ്. ഇപ്പോഴത്തെ മിസോറാം ഗവർണർ ആരാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എ വക്കം പുരുഷോത്തമൻ, ബി കെ ശങ്കരനാരായണൻ, സി കെ പോൾ, ഡി എം കെ നാരായണൻ. ഓപ്ഷൻ എ വക്കം പുരുഷോത്തമൻ. Are you sure? യെസ്. Are you sure? യെസ്. Then yes. ഉത്തരം അത് തന്നെയാണ്, വക്കം പുരുഷോത്തമൻ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വക്കം പുരുഷോത്തമനെ കണ്ടിട്ടുണ്ടോ? വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്പീക്കറായിരുന്നു, ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു, അല്ലേ? സമയത്തിൻ്റെ കൃത്യതയിൽ അത്രമാത്രം ഷാർപ്പായിരുന്നു അദ്ദേഹം. 7 മണിക്കൊരു ഫംഗ്ഷൻ വരാമെന്ന് പറഞ്ഞാൽ കൃത്യം 7 മണിക്ക് അദ്ദേഹം എത്തിയിരിക്കും. അത്ര ഷാർപ്പായിരുന്നു അദ്ദേഹം. മിസോറാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ എന്നാണ് അർത്ഥം. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽസ് എന്നാണ് അർത്ഥം, മലകൾ. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രി എന്നാണ് അർത്ഥം. അപ്പോൾ ദി കൺട്രി ഓഫ് ഹിൽ പീപ്പിൾ എന്നാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം. സോ അടുത്ത ചോദ്യം സീരിയസിനോടാണ്. റെഡി ഫോർ ദാറ്റ്? ഓക്കെ, ഞാൻ നേരിട്ട് ചോദ്യത്തിലേക്ക് വരികയാണ്. 2022 കൂടി എല്ലാ ആണവശക്തിയും തുടച്ചു മാറ്റുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എ ഫ്രാൻസ്, ബി ഇന്ത്യ, സി അമേരിക്ക, ഡി ജർമ്മനി. ഇന്ത്യ. 2022 കൂടിയിട്ട് എല്ലാ ആണവശക്തിയും തുടച്ചു മാറ്റുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ജർമ്മനിയാണ്. ഇത് നമ്മുടെയൊക്കെ സ്വപ്നമാണ്, അല്ലേ? എല്ലാവരുടെയും സ്വപ്നമാണ്. ആണവശക്തി ഇല്ലാത്ത ഒരു ലോകം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വപ്നമാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ലൈറയോടാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്. ഇന്ത്യൻ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിലെ വെള്ളി നക്ഷത്രമായ കുഞ്ഞാലി മരക്കാരെ, അതായത് കുഞ്ഞാലി നാലാമൻ, കുഞ്ഞാലി മരക്കാരെ വധിച്ചത് ഏത് രാജ്യക്കാരാണ്? ഓപ്ഷൻസ്: എ ഫ്രഞ്ചുകാർ, ബി ഇംഗ്ലീഷുകാർ, സി പോർച്ചുഗീസുകാർ, ഡി ഡച്ചുകാർ. പോർച്ചുഗീസുകാർ. പെർഫെക്റ്റ്, ഒരു സംശയമില്ല, പോർച്ചുഗീസുകാരാണ് കുഞ്ഞാലി മരക്കാർ. നല്ല കയ്യടി കൊടുക്ക്. സോ വെൽക്കം ബാക്ക് മലർവാടി ലിറ്റിൽ സ്കോളർ. വിശ്രമമൊക്കെ കഴിഞ്ഞു, നമ്മൾ വീണ്ടും തയ്യാറായി, അല്ലേ? അപ്പോൾ കഴിഞ്ഞ റൗണ്ടിലെ സമകാലം റൗണ്ടിലെ മാർക്ക് അനൗൺസ് ചെയ്യാണ്.
നിങ്ങൾക്കറിയാം എത്രയൊക്കെയാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്കറിയാം. എങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ ആ മാർക്ക് ഒന്ന് അനൗൺസ് ചെയ്യുന്നു. വേഗ ഗ്രൂപ്പിന് കിട്ടിയിട്ടുള്ളത് 10 മാർക്കാണ് അല്ലേ? ഗുഡ്, കൺഗ്രാജുലേഷൻ. ലിബ്രയ്ക്ക് കിട്ടിയിട്ടുള്ളത് ടോപ്പ് മാർക്കാണ്, 20 മാർക്സ്. നിങ്ങൾ കൈയടിക്കാം, സ്വയം സന്തോഷിക്കാം, കൈയടിക്കുക. ഗുഡ്, ഓൾറൈറ്റ്. സിറിയസിന് ഇപ്രാവശ്യം മാർക്ക് കിട്ടിയിട്ടില്ല. സാരമില്ല, നമുക്ക് ഇനിയും ഒരുപാട് ചാൻസുകളുണ്ട്. ഇഷ്ടം പോലെ മുന്നിൽ കിടക്കുകയാണ്. സമുദ്രം പോലെ മുന്നിൽ കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും അതിനകത്ത് മുങ്ങിത്താണ് അലയടിച്ചുയർന്ന് തിരമാലകളായി തകർത്തടിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്തത് ലൈറയ്ക്ക് കിട്ടിയിട്ടുള്ളത് 10 മാർക്കാണ് അല്ലേ? 10 മാർക്ക്. ഓക്കെ, നമുക്കൊരു മാജിക് കണ്ടേ? ഒ വി വിജയന്റെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള കഥ ഏതാണ്? ഒരു സംശയവുമില്ല, ഖസാക്കിന്റെ ഇതിഹാസം, ദി ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന് പറയുന്ന പുസ്തകം. ഇതാണ് ആ പുസ്തകം, ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന് പറയുന്ന പുസ്തകം. നമ്മളൊരു മാജിക്കിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഞാൻ മാജിക് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഒ വി വിജയന്റെ ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന് പറയുന്ന പുസ്തകം, ആർ കെ നാരായണന്റെ വെയിറ്റിംഗ് ഫോർ മഹാത്മ എന്ന് പറയുന്ന പുസ്തകം, കമലാദാസിന്റെ എ ചൈൽഡ്ഹുഡ് ഇൻ മലബാർ എന്ന് പറയുന്ന പുസ്തകം, ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ വായിച്ചിട്ടുണ്ടോ നിങ്ങളത്? കിറ്റി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള അല്ലെ, ഓരോ ഡയറി താളുകളിൽ ഓരോ ദിവസത്തെ അനുഭവങ്ങൾ കുറിച്ചു വെച്ച ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്ന പുസ്തകം, ശശി തരൂരിന്റെ നെഹ്റു ദി ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം, ഇനി നിങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ള വിങ്സ് ഓഫ് ഫയർ. അപ്പോൾ 6 പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇനി നിങ്ങളാണ് മാജിക്കിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ആരെയാണ് മാജിക്കിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. കാരണം ഓഡിയൻസിന് തെറ്റിദ്ധാരണ വരരുത്, ഞാനും നിങ്ങളും തമ്മിൽ പ്ലാൻഡ് ആണെന്ന് മനസ്സിലാവരുത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ജോയിൻ ചെയ്ത് നിൽക്കാം. ഞാൻ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ബോൾ ഞാൻ നിങ്ങളിലേക്ക് എറിയും കേട്ടോ. ഇവിടെ നിൽക്കാം, എല്ലാവരും ജോയിൻ ചെയ്ത് നിൽക്കാം. ഈ ബോൾ നിങ്ങളുടെ ഭാഗത്തേക്ക് എറിയുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ബോൾ കിട്ടുന്നത് അവർക്കാണ് മാജിക്കിൽ പങ്കെടുക്കാനുള്ള അവസരം. റെഡി ടു ക്യാച്ച് ദ ബോൾ? സോ ഹിയർ ഈസ് ദി ബോൾ. Who got it? You. സോ ബാക്കിയുള്ളവർക്ക് അത് സ്ഥലത്തേക്ക് പോവാം. മോൻ വാ. സോ ശ്രീനാഥിനാണ് ബോൾ കിട്ടിയിരിക്കുന്നത്. ശ്രീനാഥേ, 6 പുസ്തകങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ശ്രീനാഥിന് തിരഞ്ഞെടുക്കാം. മനസ്സിൽ തോന്നുന്നൊരു പുസ്തകം, ഏത് ബുക്ക് വേണമെങ്കിലും ഒരു ബുക്ക് എടുക്കാം. യു ക്യാൻ സെലക്ട്. എടുക്കാം, കണ്ടുകൊണ്ടെടുക്കാം, ഏത് ബുക്ക് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഒ വി വിജയന്റെ ദി ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന് പറയുന്ന, ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള പുസ്തകം അല്ലേ? ഇനി മോന് ആ സ്ഥലത്തേക്ക് തന്നെ പോവാം. ഇനി ശ്രീനാഥ് ചെയ്യേണ്ടത്, ആ പുസ്തകത്തിന്റെ നടുവിലായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്പ്ലിറ്റ് ചെയ്യാം, അതായത് ഓപ്പൺ ചെയ്യാം. എവിടെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം നടുവിലായിട്ട്. ഓക്കെ മോളെ, ഏതാ പേജ് നമ്പർ? 65. ഞാൻ ശ്രീനാഥിനോട് ചോദിക്കുന്ന പേജ് നമ്പർ മാറ്റണോ? ഓക്കെ, 65. ഇനി ശ്രീനാഥ് ചെയ്യേണ്ടത്, മൈക്കിൽ മോൻ ആ 65 എന്നുള്ള പേജിലെ ആദ്യത്തെ വരികൾ വായിക്കാം. The story of your mother's lover, Maimuna would ask. The story of your mother's lover അല്ലേ? ശ്രീനാഥ് ആ പുസ്തകം അടച്ച് കൈപ്പത്തിക്കിടയിൽ വെക്കാം. ഓക്കെ, ഇനി ഞാൻ മാജിക്കലി കിടക്കുന്നതിന് മുമ്പ് ഒരു ബോക്സ് ചെയ്യാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എംപ്റ്റി ബോക്സ്, വുഡൻ ബോക്സ് അല്ലേ? വുഡൻ ബോക്സ് ആണ് ഈ ബോക്സ്. നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ അടച്ചു. മോളുടെ കയ്യിൽ ഞാൻ ഈ ബോക്സ് ഇങ്ങനെ തരികയാണ്. മുറുക്കി പിടിച്ചോണം കേട്ടോ, തുറക്കരുത്. ഓക്കെ, ഇനി മോൻ്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം ഞാൻ മേടിക്കുന്നില്ല, കയ്യിൽ നിന്ന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇതുപോലെ തന്നെ ഒരു എംപ്റ്റി ആയിട്ടുള്ള ട്രേ ഉണ്ട്. ഈ ട്രേ ആയിട്ട് ഞാൻ അങ്ങോട്ട് വരും, പുസ്തകം ഇതിനകത്ത് വെക്കണം. ഓക്കെ, ഇതിനകത്ത് വെച്ചോ. നോ, ലൈക്ക് ദിസ്. ഓക്കെ, ഇപ്പോൾ പുസ്തകം ഇതിനകത്തുണ്ട് ആണല്ലോ. ഓക്കെ, ഇനി മോക്ക് ആ പുസ്തകം എടുക്കാം. മോൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലേക്ക് പുസ്തകം കൊടുക്കാം. മോൻ അതിനകത്ത് പേജ് നമ്പർ ഏതായിരുന്നു ശ്രീനാഥ്? 65. 65ാമത്തെ പേജ് തുറന്നതിന് ശേഷം ആ വരികൾ അത് തന്നെയാണോ എന്നുള്ളത് വായിക്കാം. സാറേ, പേജ് കീറിയിട്ടാണ് കാണുന്നത്. പേജ് കീറിയിട്ടാണ് കാണുന്നത്. ശ്രീനാഥ് പേജ് കീറിയോ? ഇല്ല. പേജ് കീറിയോ? കാണിച്ചു കൊടുത്ത്. ട്രേ കാണിക്കാൻ നോക്കാം. മോളുടെ കയ്യിലുള്ള ട്രേ ഇതുപോലെ തന്നെ കയ്യിലുണ്ട്. ഞാൻ ഇതുപോലെ തുറക്കുന്നു. ആൻഡ് യു ക്യാൻ സീ ദി പേജ് നമ്പർ 65 ഈസ് ഹിയർ. ഓൾറൈറ്റ്, നമുക്ക് ആ 65ാമത്തെ പേജിനകത്ത് ഇത് ഷാർപ്പല്ലേ എന്നുള്ള ചേർത്ത് വെച്ച് നോക്കാം. കൃത്യമായിട്ട് അത് തന്നെയാണല്ലോ അല്ലേ? കൃത്യമാണല്ലോ. അപ്പൊ നല്ലൊരു കയ്യടിതാ. സോ താങ്ക് യു സോ മച്ച്.